നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി BRM ലൈറ്റ്സ്. എന്താന്നറിയൂ? ഏതെന്താന്നറിയൂ? പൃഥ്വിരാജും രഞ്ജിത്തേട്ടനും. അപ്പൊ എല്ലാരും കൂടെ തുള്ളിച്ചടി പൃഥ്വിരാജാണ്, രാജേട്ടൻ വരുന്നു, രാജേട്ടൻ വരുന്നു, ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു എല്ലാവരും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പൊ ഇത്രക്ക് പൃഥ്വിരാജിനുള്ളത്? ഇപ്പൊ ഇത്രക്ക് എക്സൈറ്റഡ് ആവാൻ വേണ്ടി എന്താ ഇത്രക്ക് ഉള്ളത്? അപ്പൊ അവര് പറഞ്ഞു, എന്താ ഗ്ലാമറടി ആ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാൻ തോന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഉള്ള കാര്യം പറയാലോ രഞ്ജിത്തേട്ടാ, സത്യം എനിക്കിപ്പോ മുഖത്ത് നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല. എന്താ ഗ്ലാമർ രഞ്ജിത്തേട്ടന്? നിങ്ങൾക്കറിയാം, ഞാനും രഞ്ജിത്ത് സാറും ഒരേ നാട്ടിലെ ആൾക്കാരാ. അല്ല രഞ്ജിത്തേട്ടാ? നിങ്ങളുടെ നാട് ഏതാണ്? നമ്മള് കോഴിക്കോടാണ്. നമ്മള് കോഴിക്കോടുകാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹ. എന്ത് സ്നേഹ? അത് നിങ്ങള് തെക്കർക്ക് പറഞ്ഞാ മനസ്സിലാവൂല. അത് പ്രത്യേക സ്നേഹ. അല്ല രഞ്ജിത്തേട്ടാ? അതാണ്. ഇപ്പം റിയൽ ലൈഫിൽ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് സാർ. ഇത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് സാർ എന്ന് കുട്ടി വിളിച്ചത്. ഇല്ലേ ഏട്ടാ എന്ന്. അതന്നെ. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ ഫേമസ് ആവും ആണ്. നമുക്ക് അവരെ കുറിച്ച് എന്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് അറിയാം അമിതാഭ് ബച്ചൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം? അറിയോ ആർക്കെങ്കിലും? അതുപോട്ടെ, ശരി, നമ്മുടെ പൃഥ്വിരാജേട്ടൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം അറിയില്ല? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഓക്കെ, അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം ഏതാ അറിയോ? ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. രാജു ഇപ്പോൾ മാസം 1 കോടി രൂപയെങ്കിലും മിനിമം വരുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതെ. ഇപ്പോഴും രാവിലെ 2 മണിക്കൂറും വൈകിട്ട് 2 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷന് വേണ്ടി ജിമ്മിലും മറ്റ് സ്ഥലത്തും അധ്വാനിക്കാൻ രാജു തയ്യാറുമാണ്. രാജു ഒരു ഹാർഡ് വർക്കറാണോ സ്മാർട്ട് വർക്കറാണോ? പുതിയ ടെർമിനോളജിയൊക്കെയാണ് ഗോവിന്ദൻകുട്ടിയിൽ നിന്ന് വരുന്നത്. അയാളുടെ അധ്വാനശീലിയായ ചെറുപ്പക്കാരനാണ്. പിന്നെ അയാൾ തന്നെ പറഞ്ഞു, സിനിമയല്ലാതെ ഇനി അറിയാവുന്ന ഏക പണി കൂലിപ്പണിയാണ്. എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഗോവിന്ദൻകുട്ടി ഞാനൊക്കെ വെള്ളം കുടിക്കുന്നിടത്ത് ഈ ശരീരമായ രക്ഷയ്ക്കുണ്ടാവും. ഈ ലൈഫിൻ്റെ 20s, 30s, 40s, 20കളിലും 30കളിലും 40കളിലുമൊക്കെ നമുക്ക് ലഭിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. രാജുവിന് ഇതൊക്കെ അല്പം നേരത്തെ ലഭിച്ചതായി രഞ്ജിത്തിന് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ രാജു എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയിലെ തലമുറയുടെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ്
കുറച്ച് പേരോട് വന്ന് കാണും. നമ്മളെ ഈ പഴയ കാർന്നോന്മാരുടെ വാക്കുകളിലേക്ക് തിരിച്ചു നോക്കേണ്ടതില്ല. കാരണം ഞാനൊക്കെ കഷ്ടപ്പെട്ട് എന്ന് പറയുന്ന പഴയ പഴംപുരാണങ്ങൾക്കൊന്നും സാധ്യതകൾ ഒട്ടുമില്ലാത്തൊരു കാലമാണ്. ആളുകൾ അച്ചീവ് ചെയ്യുന്നത് ഇത്ര പ്രായത്തിലായിരിക്കണം ഒരാൾ ഇത് ചെയ്യേണ്ടത്, ഇത്ര പ്രായത്തിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള നിയമങ്ങളൊന്നുമില്ല. സിനിമ തന്നെ നോക്കാം. നമുക്ക് സിനിമയുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഈ തലമുറ എന്ന് ഞാൻ പറയും. കാരണം അത്രയും വലിയൊരു ഡിജിറ്റൽ റെവല്യൂഷൻ നടക്കുന്ന കാലമാണ്. ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ക്യാമറയിൽ മാത്രം ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിന് സംഗീതം നൽകി ഒരാളിൻ്റെ മുന്നിൽ, ഒരു ഫിലിം കമ്പനിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിൻ്റെ മുമ്പിലോ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ റെസ്യൂമിങ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. അത്രമാത്രം ടെക്നോളജിയൊക്കെ വളരുന്ന കാലത്ത് ആളുകളുടെ വളർച്ച എന്ന് പറയുന്നത് അതിന് ഇന്ന പ്രായം 20 ഇയാൾ ഇതേ നേടാവൂ, 30 ആവട്ടെ എന്നിട്ട് അത് ചെയ്യൂ എന്നൊന്നും പറയുന്നത് വളരെ പഴഞ്ചനും ഇതുമായിട്ടുള്ള പ്രസ്താവനകളാണ്. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതാണ്ട് 20 വയസ്സിനടുത്തോ താഴെയോ പ്രായമുള്ള അനിരുദ്ധ് എന്ന് പറയുന്നൊരു പയ്യൻ, മ്യൂസിക് ഡയറക്ടർ. ഇപ്പോൾ റഹ്മാൻ വന്നപ്പോൾ റഹ്മാനായിരുന്നു വലിയ അത്ഭുതം. കാരണം ബാല്യത്തിലെ വലിയ പ്രതിഭയായി എന്ന് പറയുന്നത്. ഇളയരാജ മദ്രാശിയിലേക്ക് മധുരയിൽ നിന്ന് അല്ലെങ്കിൽ തേനിയിൽ നിന്ന് ബസ് കയറി ട്രെയിൻ കയറി വന്നിറങ്ങിയിട്ട് അനുഭവിച്ച ഹാർഡ്ഷിപ്സ് ഒന്നും ദിലീപ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല. ഇതതുപോലും ഇല്ലാതെ അനിരുദ്ധ് എന്നുള്ള പേര്. അപ്പോൾ ഇതിന് അത്തരം ഈ കാലഗണനയുടെ കണക്കുകളോ അല്ലെങ്കിൽ ഇതൊന്നും എല്ലാം ഭേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ രാജു ഇന്ന് നേടിയത് ഇതിനപ്പുറത്ത് നേടാവുന്ന സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്താ രാജുവിന് എന്താ അതിനോട് തോന്നുന്നത്? ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും എൻ്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിന് ഉറപ്പായിട്ടുമുണ്ട്. ആക്ടേഴ്സിനും അതെ, ഫിലിം മേക്കേഴ്സിനും അതെ. ഇപ്പോൾ നിങ്ങൾ ആ കുട്ടി ഏത് ക്യാമറയിലാണ് ഫോട്ടോ എടുക്കുന്നത്? ക്യാനൺ 5D ആണോ 7D ആണോ? 5D ആണ്. ഇപ്പോൾ ചാപ്പാ കുരിശ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ക്യാമറയിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആക്ച്വലി ആ ക്യാമറ മതി ഒരു സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് എക്യുപ്മെൻ്റ് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ആക്സസബിൾ ആണ്. ആ ആക്സസിബിലിറ്റി സിനിമയിലെ എല്ലാ ആസ്പെക്ട്സിലേക്കും പടർന്നു കഴിഞ്ഞു. ആക്ടിങ് ആണെങ്കിലും മറ്റ് ടെക്നിക്കൽ നോഹോ ആണെങ്കിലും എല്ലാം പണ്ടത്തെ പോലെ മദ്രാസിയിലേക്ക് ബസ് കയറി കോടമ്പാക്കത്ത് പോയി സിനിമാക്കാരനാകേണ്ട ആവശ്യമൊന്നും ഇന്നില്ല. സിനിമ എന്ന് പറയുന്ന മേഖല അത്രയ്ക്ക് അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ് ഇന്നത്തെ ജനറേഷനിലെ എല്ലാ സിനിമാ പ്രവർത്തകർക്കും ഉണ്ടാവും. പക്ഷെ ഞാനിതൊരു ഭയങ്കര സാക്രിഫൈസ് ആയിട്ടൊന്നും പറയല്ല. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇന്നത്തെ കാലത്തെ സിനിമയുടെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു വർക്ക് എത്തിക്സിൻ്റെയൊക്കെ ഒരു കോൺസെൻട്രേറ്റഡ് ഒരു ക്യാപ്സ്യൂളാണ് സിനിമ. അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് എൻ്റെ പ്രായത്തിൽ എൻ്റെ മറ്റു സുഹൃത്തുക്കൾ ജീവിതം ആസ്വദിക്കുന്ന പോലെയൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ശരിയാണ്, ഇറ്റ്സ് എ ഹൈലി പെയ്ഡ് ജോബ്. നമുക്ക് നല്ല ശമ്പളം കിട്ടുന്ന മറ്റ് സൗകര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ജോലിയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് കള്ളം പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിൻ്റെ ഒരു മറുവശം, എൻ്റെ പ്രായത്തിൽ ഇന്ന് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് രാവിലെ 10 മണി വരെ കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പറ്റില്ല. എനിക്ക് ഡെയിലി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷം കണ്ടെന്ന ഒരാളല്ല ഞാൻ. പക്ഷേ എൻ്റെ ജോലിയുടെ ആവശ്യമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂറിനൊക്കെ പോയി ലോകം കണ്ടാൽ കൊള്ളാമെന്നും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബൈക്കിംഗ് ട്രിപ്പിനൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് നാൾ വെറുതെ ഇരിക്കാം എന്ന് തീരുമാനിച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഒരു 7-8 മാസങ്ങളായി. അപ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇത് ഭയങ്കര ഹാർഡ് വർക്കാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഐ ബിലോങ് ടു എ വെരി ലക്കി ജനറേഷൻ ഓഫ് ആക്ടേഴ്സ്. രഞ്ജേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്താൻ സാധിക്കുന്ന ഒരു ദൂരത്തിലെ സിനിമാ മേഖല ഇന്ന് നിൽക്കുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും അതിന് ഞാൻ ആരോടാണോ, അത് പ്രോബബ്ലി പ്രേക്ഷകരോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. പിന്നെ ഞാൻ പറയുന്ന പോലെ എന്നെപ്പോലെ പരിഹസിക്കപ്പെട്ട നടന്മാരാരും അടുത്ത കാലത്ത് വരെ ഉണ്ടായിട്ടില്ലെങ്കിലും അതിൻ്റെ മറുവശവുമുണ്ട്. എന്നെപ്പോലെ മീഡിയ പ്രേക്ഷകർ വളരെ ചെറിയ കാലം കൊണ്ട് അനുഗ്രഹിച്ച് വളർത്തിയ നടന്മാരും വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 2 വശങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു, സമ്മതിക്കുന്നു. ഈ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറേ ചോദ്യങ്ങൾ ഞങ്ങളെടുത്ത് കുട്ടികൾ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, അത്തരം ചോദ്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് അതിവിടെ കാണിച്ചിട്ട് അത്തരം ചോദ്യങ്ങളോട് എങ്ങനെ രഞ്ജിത്ത് ഏട്ടനും രാജുവും റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറിന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ളൊരു വിളിപ്പേരുണ്ടോ? എടാ, പൃഥ്വിരാജ് പുതിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങാന്ന് കേട്ടു. നമ്മളെപ്പോലുള്ള പുതുമുഖങ്ങൾക്കൊക്കെ അദ്ദേഹം അവസരം തരുമോ? ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. How much do you love me? This much. Prima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ സ്വന്തം വീടിൻ്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പം പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു, എല്ലാം ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം BRM ലൈറ്റ്സിൽ നിന്ന്. കയ്യിലെ കാശ് പോവാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM Lights, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. എന്നെ പോലെ മീഡിയ പ്രേക്ഷകർ വളരെ ചെറിയ കാലം കൊണ്ട് അനുഗ്രഹിച്ച് വളർത്തിയ നടന്മാരും വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 2 വശങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു, സമ്മതിക്കുന്നു. ഓക്കെ, രഞ്ജിത്ത് ഏട്ടാ, രാജു, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഗൂട്ടി ഷോയുടെ ഷൂട്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറേ ചോദ്യങ്ങൾ ഞങ്ങളെടുത്ത് കുട്ടികൾ ചോദിക്കുകയുണ്ടായി. രഞ്ജിത്ത് ഏട്ടൻ വരുന്നു, രാജു വരുമോ? അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, അത്തരം ചോദ്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് അതിവിടെ കാണിച്ചിട്ട് അത്തരം ചോദ്യങ്ങളോട് എങ്ങനെ രഞ്ജിത്ത് ഏട്ടനും രാജുവും റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഒന്ന് കാണിക്കാം. അതിനോടുള്ള പ്രതികരണവും നമ്മൾക്ക് വേണം. ഹനി, പ്ലീസ്. ഡയറക്ടർ രഞ്ജിത്തും പൃഥ്വിരാജോ, ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ടു സീ ദം ഇൻ അവർ ക്യാമ്പസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസായ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഓഡിയൻസ് റെസ്പോൺസ് കിട്ടിയൊരു ഫിലിമാണ്. അപ്പം നമുക്ക് ഇനിയും അതേപോലത്തെ ഫിലിം പ്രതീക്ഷിക്കാം. സാറിന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ളൊരു വിളിപ്പേരുണ്ടോ? രഞ്ജിയേട്ടാ, അതൊരു ചോദ്യമായിരുന്നു. അതെ, ഇല്ല. അടുത്ത ചോദ്യം. അല്ല രാജു, ഇല്ല. ഇല്ലില്ല. ഈ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രവും രഞ്ജിയേട്ടൻ്റെ മനസ്സിലേക്ക് വന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളും രഞ്ജിയേട്ടനും ഒക്കെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സും. എൻ്റെ ആദ്യ സിനിമ മുതൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഒക്കെ ചെയ്യുന്ന മുല്ലശ്ശേരി എന്ന് പറയുന്ന കോഴിക്കോട്ടിലൊരു തറവാട്ടിലുള്ള വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അത് അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ല, രഞ്ജിയേട്ടൻ അങ്ങനെ ഒരു വിളിപ്പേരും ഇല്ല. ഇല്ല, പക്ഷേ ആ സിനിമ അതിനേക്കാളൊക്കെ സോഫ്റ്റാണ്. പക്ഷെ ആ സിനിമയിൽ മോഹൻലാൽ രഞ്ജിയേട്ടൻ്റെ ശരീരഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊരു സംസാരം ഉണ്ടല്ലോ, സത്യമാണ്? എനിക്ക് തോന്നുന്നു ഈ 2 വളരെ അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, അപ്പോൾ എൻ്റെയും വളരെ അടുത്തുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കൊക്കെ ചില കോമൺ കാര്യങ്ങളുണ്ട്. രഞ്ജിയേട്ടനും ലാലേട്ടനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ അനന്തരഫലം പലപ്പോഴും ലാലേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് രഞ്ജിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കുകയാണെന്ന് തോന്നും. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു അതിഥി വേഷത്തിൽ അഭിനയിച്ചപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് രാമോജി റാവ് ഫിലിം സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞാനൊരു 5-6 ദിവസങ്ങൾ അന്ന് ഫിലിം സിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ അതേ ഫിലിം സിറ്റിയിൽ അതേ ഹോട്ടലിൽ ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ലാലേട്ടനും ദിലീപേട്ടനും ജയറാമേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാഴ്ച നമ്മളെല്ലാവരും ഒരുമിച്ച് കുറേ ടൈം സ്പെൻഡ്. അന്നാണ് ഞാൻ ശരിക്കും ലാലേട്ടൻ്റെ കൂടെ ഞാനൊരു സിനിമാ നടനായതിനു ശേഷം അത്രയും സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. ഒരുപാട് മുഹൂർത്തങ്ങളിൽ ഞാൻ രഞ്ജിയേട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ് എന്നെനിക്ക് തോന്നിപ്പോയി.
അതുപോലെ തന്നെ രഞ്ജിയേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയങ്ങളിൽ ലാലേട്ടൻ്റെ കൂടെ ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. അതെനിക്ക് തോന്നുന്നു ഇവർ തമ്മിലുള്ള ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം. ഡീപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒന്നും സംസാരിക്കാതെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്ന പോലുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട്. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഫലമായിരിക്കാം. അല്ലാതെ അങ്ങനെ നോക്കുകയും മുടി പിടിക്കുകയും മീശ ചുരുട്ടുകയും ഒന്നും ചെയ്യുന്ന ശീലം, അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് ഒന്നുമില്ല ഇവർ തമ്മിൽ കോമൺ ആയിട്ട്. അത്തരം ബോഡി ലാംഗ്വേജസ് അല്ല ഞാൻ പറഞ്ഞത്. ഇത് വാക്കാൽ പറയാൻ മാത്രം എലക്വൻ്റ് അല്ല ഞാൻ. നിങ്ങൾക്ക് ഈ രണ്ട് ആൾക്കാരെയും ഇതുപോലെ മേ ബി ഇനിയൊരു സമയത്ത് ശ്രീ മോഹൻലാൽ ഈ കോളേജിൽ ഒരു ടോക്ക് ഷോയ്ക്ക് എങ്ങാനും വരികയാണെങ്കിൽ, ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ ഗൂട്ടി ഷോയ്ക്ക് വരികയാണെങ്കിൽ ഇന്ന് പറഞ്ഞത് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾക്കും അന്ന് ഒരുപാട് രഞ്ജിയേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എടാ, പൃഥ്വിരാജ് പുതിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങാന്ന് കേട്ടു. നമ്മളെപ്പോലുള്ള പുതുമുഖങ്ങൾക്കൊക്കെ അദ്ദേഹം അവസരം തരുമോ? പൃഥ്വിരാജിനോട് ചോദിക്കാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത 2 സിനിമകൾ ഭാഗ്യം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും എനിക്ക് തോന്നുന്നു മലയാളികൾ, കേരളം ഇനി മറക്കാൻ സാധ്യതയില്ലാത്ത 2 സിനിമകളായി തീർന്നു എന്നതിൽ വലിയ സന്തോഷം. ഒന്ന് ഉറുമിയും ഒന്ന് ഇന്ത്യൻ റുപ്പിയും. പക്ഷെ ഞാനങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥനൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ഓഗസ്റ്റ് സിനിമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫീസുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. ആർക്കും ഒരു തിരക്കഥയോ അവരുടെ ഒരു റെസ്യൂമെയോ പോർട്ട്ഫോളിയോയോ ഈ ഓഫീസുകളിൽ പോയി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരിട്ട് അത് കാണും. പിന്നെ ഒരു നടനെ തിരഞ്ഞെടുക്കാൻ മാത്രം അല്ലെങ്കിൽ ഒരു തിരക്കഥ സെലക്ട് ചെയ്യാൻ മാത്രമൊന്നും അത്ര വലിയൊരു ആളല്ല ഞാൻ. ഈ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് ശരിക്കും എൻ്റെ സുഹൃത്തും എൻ്റെ മറ്റൊരു ഗുരുനാഥനും കൂടിയായ ശ്രീ സന്തോഷ് ശിവനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ മറ്റൊരു സുഹൃത്തായ ഈ കമ്പനിയുടെ ശരിക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ശ്രീ ഷാജി നടേശൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അതൊക്കെ ഇതിൽ വലിയ ഘടകങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഓഗസ്റ്റ് സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആകാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആകാതിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഈ 2 സിനിമകൾ ഞാൻ അഭിനയിച്ച സിനിമകളായതും വളരെ യാദൃശ്ചികമായിട്ടാണ്. ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ശരിക്കും രഞ്ജിയേട്ടനെ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതാണ് ആ സിനിമ. അത് ഓഗസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സിനിമയല്ല. അടുത്ത ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഞാനൊരു ഭാഗമായിരുന്നില്ല ആദ്യം. പിന്നീട് ഒരു തിരക്കഥ എഴുതി വന്നപ്പോഴാണ് അതിലെ വില്ലൻ കഥാപാത്രമായി അഭിനയിക്കാൻ ഞാൻ നന്നായിരിക്കും എന്നതിൻ്റെ സംവിധായകൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത്. ആർക്കും ഒരു തിരക്കഥയോ അവരുടെ ഒരു ആക്ടിംഗ് പോർട്ട്ഫോളിയോ ആർക്കും ഒന്ന് ഓഗസ്റ്റ് സിനിമയിൽ സബ്മിറ്റ് ചെയ്യാം. യു ആർ ഓൾ വെൽക്കം. നെക്സ്റ്റ്. രഞ്ജിത്ത് പൃഥ്വിരാജ് ടീം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ നല്ല സിനിമകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഫിലിംസും യുണീക്കും വെറൈറ്റിയും ഉള്ളവയായിരിക്കും. ഭരതൻ്റെയും പത്മരാജൻ്റെയും ശേഷം അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയല്ലേ? ഇത് ചോദ്യം നിങ്ങളോടാണെന്ന് തോന്നുന്നു. പ്രതീക്ഷയല്ലേ ചോദിച്ചാണ്. അല്ല, എനിക്ക് തോന്നുന്നു രഞ്ജിയേട്ടനിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ അതിഭയങ്കരമായി കൂടുന്നു. അങ്ങനെ ഒരാളിലല്ല പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരു വ്യക്തി എന്നുള്ളത് വിട്ടേക്കുക, ആ വ്യക്തിയുടെ അടുത്ത സിനിമയാണ് അല്ലേ? അല്ല, അതങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ അല്ലല്ല, അങ്ങനെ തന്നെയാണത്. കാരണം ഒരാളിൻ്റെ പേരിൽ ഒരു സിനിമ എന്നൊന്നുമില്ല. ഇപ്പം നമ്മളെ മലയാളികൾ ഇങ്ങനെ വളരെയധികം എടുത്തുയർത്തി പറയുന്നൊരു പേരാണ് ശ്രീ പത്മരാജൻ്റെത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ലൈഫ് എൻഡ് ചെയ്യുന്നതിനിടയിൽ എത്ര സിനിമകളെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ ചെന്ന് കണ്ട് വിജയിപ്പിച്ചത് എന്നുള്ള ചരിത്രം ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഇന്ന് നാവ് വളച്ചാൽ ഉടൻ പത്മരാജൻ എന്ന് പറയുന്നുണ്ട്. ജീവിച്ചിരിക്കെ അദ്ദേഹം ഈ പറയുന്ന നടപ്പ് ഈ വ്യവസ്ഥകളിൽ നിന്ന് മാറി അയാൾക്ക് ചുറ്റുമുള്ള ഫിലിം മേക്കേഴ്സ് മുഴുവൻ സോക്കോൾഡ് കൊമേഴ്സ്യൽ ഇൻഗ്രീഡിയൻസ് കുത്തി നിറച്ച പാക്കേജുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം
നേടുന്ന കാലത്ത് തൻ്റെതായ സിനിമാ സങ്കല്പങ്ങളുമായി അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പോലുള്ള സാറ്റലൈറ്റ് റൈറ്റോ ഒന്നുമില്ല. ഒരു നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അദ്ദേഹത്തിലെ കലാകാരനുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് വന്നിട്ടുള്ള ചില നിർമ്മാതാക്കളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇന്നും മലയാളി വേണ്ട പോലെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ബ്രില്യൻ സിനിമകളെ പ്രേക്ഷക സമൂഹം തിയേറ്ററുകളിൽ നിശ്ചിതമായി കൈയൊഴിയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള വാഴ്ത്തപ്പെടലല്ല, ജീവിച്ചിരിക്കെ ഒരാൾ ചെയ്യുന്ന സിനിമാ ശ്രമങ്ങളെ അതാത് കാലത്ത് തിയേറ്ററുകളിൽ പോയി കാണാനുള്ള സന്മനസ് കാണിക്കുകയാണ് വേണ്ടത്. അപ്പം രഞ്ജിത്ത് എന്നുള്ള ഒരു കാര്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ചിട്ട് മികച്ച സംവിധായകൻ്റെ അവാർഡ് എന്ന് പറയുന്നത് കൈപ്പറ്റിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ 2 വാക്കുകൾ ഇതെനിക്ക് മാത്രമുള്ളതല്ല എന്നാണ്. ഒരു പുതിയ ദിശാബോധത്തിലേക്ക് മലയാള സിനിമയെ നയിക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന സംവിധായകരുടെ ഒരു കുലത്തിന് വേണ്ടി അവരുടെ ഒരു പ്രതിനിധിയായി മാത്രം ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഒരു വ്യക്തി എന്നുള്ളത് മറന്നേക്കുക. അല്ല, ഇപ്പം ഭരതനും പത്മരാജനും ശേഷം എന്നുള്ളൊരു ക്രെഡിറ്റ് ലൈൻ രഞ്ജിയേട്ടന് ബാധ്യതയാകുകയാണോ? അങ്ങനെ ഒരു ക്രെഡിറ്റ് ലൈനും ഇല്ല. അങ്ങനെ ഒരു വിശേഷണത്തിന് തയ്യാറാവുന്നതിന് ഞാൻ ഒരർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയുമില്ല. കാരണം അതൊരു ശുദ്ധ അസംബന്ധമാണ്. അത് ഓക്കെ. ഈ പറയുന്ന ഭരതേട്ടനായാലും പപ്പേട്ടനായാലും ഈ പ്രതിഭകൾ അവരുടെ ഏറ്റവും നല്ല കാലത്തുണ്ടാക്കിയിട്ടുള്ള നല്ല സൃഷ്ടികളെ സ്വീകരിച്ച ചരിത്രവും അതേപോലെ തിരസ്കരിച്ച ചരിത്രമുണ്ട്. ഇത് തന്നെയാണ് എല്ലാ ഫിലിം മേക്കറുടെയും ലൈഫിൽ. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന അവർക്ക് ഒപ്പം ഒന്നുമില്ല. ഇവിടെ ഒരുപാട് പ്രതിഭകൾ ഇത് ഒന്നാമത് ഭിന്ന സ്വരങ്ങളുടെ ഒരു വലിയ ലോകമാണ്. നമുക്കിവിടെ നിങ്ങൾ പത്മരാജനെ കുറിച്ച് പറയുന്നു, MT വാസുദേവനെ കുറിച്ച് പറയുന്നു, ലോഹിതദാസ് എടുത്തു പറയേണ്ട പേരല്ലേ, ശ്രീനിവാസൻ എടുത്തു പറയേണ്ട പേരല്ലേ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഈ ഭിന്ന സ്വരങ്ങൾ അവർക്കൊക്കെ അവരുടേതായ വ്യക്തിത്വം മുദ്രപ്പെടുത്തിയിട്ടുള്ള സിനിമകളും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം. ഇങ്ങനെ ഒരു ബ്രാൻഡ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ എവിടെയെങ്കിലും അവരോധിച്ചത് കൊണ്ട് അയാളുടെ അടുത്ത സിനിമ രക്ഷപ്പെടുകയൊന്നുമില്ല. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സിനിമാ തിയേറ്ററിലെത്തുന്ന ദിവസം ഓർത്ത് തന്നെയാണ്. അത് ആദ്യ പ്രദർശനത്തിൽ അത് കാണാനെത്തിയ പ്രേക്ഷകർക്ക് സ്വീകാര്യമായില്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് അസംബന്ധമായ തലക്കെട്ടുകളും ടാഗ് ലൈൻസ് കൊണ്ടൊന്നും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. രഞ്ജിത്തിന്റെ നോട്ടവും ചില മാൻലി സാറ് പൊന്നു ഗോന്നുകൊണ്ട് ഈ നോട്ടത്തിന്റെ കാര്യം ഞാനും കേട്ടതാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. നോട്ടം ഇതൊക്കെയാണോ ഒരാളെ നമ്മൾ പൃഥ്വിരാജിന്റെ നോട്ടം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെ ആയിപ്പോയി. അല്ല, രഞ്ജിത്ത് ഭയങ്കര മാൻലി ആയതുകൊണ്ട് അസൂയക്കാർ പറയുന്നതാണ്. അതായത് ഞാൻ ഒരു സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സിനിമാ പ്രേക്ഷകൻ മാത്രമായി സിനിമയെ കണ്ടുകൊണ്ടിരുന്ന കാലത്തും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന ഒരു നടിയാണ്. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ എന്റെ സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം BRM ലൈറ്റ്സിൽ നിന്ന്. കയ്യിലെ കാശ് പോവാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. How much do you love me? This much. Bhima Gold, pure gold.
Diamonds and Platinum. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സിനിമ തിയേറ്ററിലെത്തുന്ന ദിവസം ഓർത്ത് തന്നെയാണ്. അത് ആദ്യ പ്രദർശനത്തിൽ അത് കാണാനെത്തിയ പ്രേക്ഷകർക്ക് സ്വീകാര്യമായില്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് അസംബന്ധമായ തലക്കെട്ടുകളും ടാഗ് ലൈൻസും കൊണ്ടൊന്നും ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം. അല്ല, ഐശ്വര്യറായുടെ വരെ നായകനായിരുന്നല്ലേ നമ്മുടെ രാജു? പക്ഷെ നമ്മുടെ മഞ്ജു വാര്യരെ മിസ്സാക്കി കളഞ്ഞു പുള്ളി. ചോദ്യം എന്താണെന്ന് മനസ്സിലായില്ല ആക്ച്വലി. അത് അസൂയാവഹമായി പുള്ളി പറഞ്ഞതാണ്. ഐശ്വര്യ റായിയുടെ വരെ നായകനായില്ലേ, പക്ഷേ രാജുവിന് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മഞ്ജു വാര്യർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഒരു സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സിനിമാ പ്രേക്ഷകൻ മാത്രമായി സിനിമയെ കണ്ടുകൊണ്ടിരുന്ന കാലത്തും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന ഒരു നടിയാണ്. മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ഷോട്ടിലെങ്കിലും അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്നെങ്കിലും മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ഷോട്ടിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചാലെങ്കിലും ഞാൻ പോവും. ഞാൻ അത്രയും വലിയ ഫാനാണ് മഞ്ജു വാര്യർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള രഞ്ജിത്ത് സർ വിചാരിച്ചാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലേ? കഴിയില്ലേ? ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. പൊതുവെ കേരളത്തിലെ പയ്യന്മാരൊക്കെ രാജുവിനോട് കുറച്ച് അസുഖമുണ്ട്. കാര്യം വേറൊന്നുമില്ല, അത് പുള്ളിയുടെ അച്ചീവ്മെൻറ്റ്സ് തന്നെ. പക്ഷേ എനിക്ക് എങ്ങനെയോട് ലെവലേശം അസുഖമില്ല. അത് പുള്ളിയൊക്കെ ഒരു സിനിമയിൽ ഒറ്റ നായകനുള്ളൂ, നമുക്ക് അങ്ങനെയാണോ? ഇവിടെ തന്നെ എത്ര എണ്ണ. രാജുവിന് ശരിക്കും ക്യാമ്പസ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരുപാട് ഗോവിന്ദൻകുട്ടിയുടെ തന്നെ ഷോസിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷൻസിൽ ഒന്ന് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേറൊരു സ്ഥലത്ത് പോയി എന്നുള്ളതാണ്. അത് ഞാൻ എടുത്ത തെറ്റായ തീരുമാനങ്ങളിൽ എനിക്കൊന്ന് ഞാൻ എടുത്തിട്ടുള്ള, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഏക ഡിസിഷൻ ഞാൻ പഠിക്കാൻ വേണ്ടി അന്ന് നമ്മൾ 12th കഴിയുമ്പോൾ പെട്ടെന്ന് വേറൊരു രാജ്യത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസിനേഷനാണല്ലോ. നമ്മളെന്തോ ഭയങ്കര വേറൊരു രാജ്യത്ത് പോകുന്നു, ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു ഫാസിനേഷനിൽ പെട്ട് ഞാൻ പോയതാണ്. ഐ റിയലി റിഗ്രറ്റ് ഇറ്റ്. ഇവിടുത്തെ ഒരു 4 വർഷത്തെ കേരളത്തിലെ ക്യാമ്പസ് ജീവിതം മിസ് ചെയ്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ട്. ശരി, ഇനിയുണ്ടോ? ഒരു ചോദ്യം. ഓക്കെ, രഞ്ജിത്ത് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അങ്ങനെയാണ്. അല്ല, അങ്ങനെ ആകാൻ കാരണം അത് അടുത്ത ചോദ്യമാണ്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരത്തില്ല ഗോവിന്ദൻകുട്ടി എന്നെ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് കേട്ട് മടുത്ത ചോദ്യത്തിൻ്റെ ആവർത്തനം മാത്രമാണ്. പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കണമെങ്കിൽ എന്താണ് ഷോവനിസം, എന്താണ് മെയിൽ, എന്താണ് ഫീമെയിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു. അതിൻ്റെ ഒരു വിശദീകരണം നൽകുകയൊന്നും എളുപ്പമല്ല. കാരണം അത് ഞാൻ എന്താണോ അല്ലയോ എന്നുള്ളത് എന്നെ ഏറ്റവും അടുത്ത് അറിഞ്ഞിട്ടുള്ള, പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ?
അപ്പോൾ അല്ലാതെ ഞാൻ ഇന്നയാളാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന നല്ല കാര്യം. പിന്നെ നമ്മൾ അറിയാത്ത ഒരു വലിയ വിഭാഗം ജനതയുണ്ടാവും ഈ സമൂഹത്തിൽ. അപ്പോൾ അവർ പല രീതിയിലുള്ള മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ടാവാം. അതിനെ കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൈറ്റ് ടൈമിൽ ഒരാളെ കണ്ടെത്തുകയും അയാൾ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അത് തിരിച്ചറിയുകയും ചെയ്യും. ഏറ്റവും അവസാനം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം, ഞാൻ ഈ പൂനെ യാത്രയിൽ സന്താനം എന്ന് പറയും, സന്താനം NFDCയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന മേജർ ഫിലിം ഫെസ്റ്റിവൽസിൻ്റെ മുഴുവൻ പ്രോഗ്രാമറാണ്. ഞാനും സന്താനവും ഒരു രാത്രിയിൽ ഒരു അത്താഴ വിരുന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ സന്താനം പറഞ്ഞത് ഒരുപാട് കഥകൾ നിങ്ങളെക്കുറിച്ച് കേട്ടിരുന്നു. എനിക്ക് ഇപ്പോൾ ഭയങ്കരമായ കുറ്റബോധം തോന്നുന്നു, ഞാനത് വിശ്വസിച്ചല്ലോ എന്ന് ഓർത്തിട്ടെന്ന് പറഞ്ഞു. കാരണം അത് അങ്ങനെ ഒരു മൊമെൻറ്റ് ചിലപ്പോൾ ഈ കാലത്തിൻ്റെ പുസ്തകത്തിലുള്ളത് കൊണ്ടാണ്. സന്താനം അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ആ മീറ്റിംഗ് ഉണ്ടായത്. ഈ ചോദിച്ച ആളും ഞാനും തമ്മിൽ കണ്ടുമുട്ടേണ്ട ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ ചോദ്യകർത്താവിനും ഇത് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചോദ്യം ഉടലെടുത്തിരിക്കുന്നത് രഞ്ജിയേട്ടൻ്റെ സിനിമകൾ കണ്ട ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നാണ്. പക്ഷെ ഇത് രഞ്ജിയേട്ടൻ്റെ സിനിമകൾ ഒരൊറ്റ ഈ ചോദ്യം ചോദിച്ച പ്രേക്ഷകനിലെ ഒരു ഷോവനിസ്റ്റാണ് ഈ ചോദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. മംഗലശ്ശേരി നീലകണ്ഠൻ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ആ നായികനെ കണ്ടില്ലേ? എന്തൊരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണത്. ആറാം തമ്പുരാനിൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന മഞ്ജു ചേച്ചി അവർ കണ്ടില്ലേ? സ്വന്തം ഭാര്യയെ ഔദ്യോഗിക ജീവിതത്തിന് വേണ്ടി എവിടെയോ തഴഞ്ഞു കളഞ്ഞ ഒരു സൂപ്പർ താരം ഒടുവിൽ അയാളുടെ അർത്ഥശൂന്യത തിരിച്ചറിയുന്ന തിരക്കഥയിലെ പ്രിയാമണിയെ കണ്ടില്ലേ? ഇതൊക്കെ ഈ പറയുന്ന പോലെ വളരെ നാരോ മൈൻഡഡ് ആയിട്ട് സിനിമയെ കണ്ടിട്ടൊരു ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ സ്ത്രീയെ ബഹുമാനിച്ചിട്ടുള്ള തിരക്കഥാകൃത്ത് ശ്രീ രഞ്ജിത്താണ്. ഫെമിനിസ്റ്റ് ഞാൻ തന്നെയാണ്. അദ്ദേഹം സത്യത്തിൽ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നന്ദനം ഒരു സ്ത്രീയുടെ തീർച്ചയായിട്ടും. നന്ദനം എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു കൂട്ടം ആൾക്കാരെ, ഒരു എവിടെയോ ആഠിത്യവും ആധിപത്യവും വന്ന് സ്വന്തം ജഡ്ജ്മെന്റുകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കുടുംബത്തിനെ മുഴുവൻ തിരിച്ചറിവ് നൽകുന്ന ഒരു വേലക്കാരി പെൺകുട്ടിയാണ് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ഇതൊക്കെ മറന്നിട്ട് രഞ്ജിത്ത് ഒരു മെയിൽ ഷോവനിസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ നോട്ടവും ചില മാൻലി പൊന്നു കോന്നുകൂട്ടി ഈ നോട്ടത്തിന്റെ കാര്യം ഞാനും കേട്ടതാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. നോട്ടം ഇതൊക്കെയാണോ ഒരാളെ നമ്മൾ പൃഥ്വിരാജിന്റെ നോട്ടം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. അല്ല, രഞ്ജിത്ത് ചേട്ടൻ ഭയങ്കര മാൻലി ആയതുകൊണ്ട് അസൂയക്കാർ പറയുന്നതാണ്. അതായിരിക്കും. വളരെ നെഗറ്റീവാണെന്ന് വിശേഷിക്കപ്പെട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, അവരുടെ വളരെ വലിയ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്, അത് പലപ്പോഴും ലോകം വിസ്മരിച്ചിട്ടുണ്ട്. ഇതൊരു ലോകത്തിൻ്റെ മാസ് സൈക്കോളജിയാണോ, ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. അങ്ങനെ എൻ്റെ സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം BRM ലൈറ്റ്സിൽ നിന്ന്. കയ്യിലെ കാശ് പോവാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. How much do you love me?
Gold, pure gold, diamonds and platinum. എനിക്ക് തോന്നുന്നു രഞ്ജിത്തേണ്ട നോട്ടവും ചില മാൻലി സാറ് പൊന്നു ഗോന്നുകുട്ടി, ഈ നോട്ടത്തിന്റെ കാര്യം ഞാനും കേട്ടതാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. നോട്ടം ഇതൊക്കെയാണോ ഒരാളെ നമ്മൾ പൃഥ്വിരാജിന്റെ നോട്ടം എന്റെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. അല്ല, രഞ്ജിത്ത് ചേട്ടൻ ഭയങ്കര മാൻലി ആയതുകൊണ്ട് അസൂയക്കാർ പറയുന്നതാണ്. അതായിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ നന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പക്ഷേ രഞ്ജിത്ത് ചേട്ടനും രാജുവും ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് നന്ദനത്തിലൊരു പാട്ട് പാടാനെല്ലാം തയ്യാറാണോ? പാടുമോ? കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ. രഞ്ജേട്ടാ, ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ ലോകത്തെ തന്നെ ഒരു പക്ഷേ കീഴടക്കിയ ചില കഥാപാത്രങ്ങൾ, ഇപ്പം വളരെ പോസിറ്റീവായ പല കഥാപാത്രങ്ങളുടെയും ചില ചെറിയ നെഗറ്റീവ്സ് അത് ലോകം ആഘോഷിക്കാറുണ്ട്. എന്നാൽ വളരെ നെഗറ്റീവാണെന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ വളരെ വലിയ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് അത് പലപ്പോഴും ലോകം വിസ്മരിച്ചിട്ടുമുണ്ട്. ഇതൊരു ലോകത്തിൻ്റെ ഒരു മാസ് സൈക്കോളജിയാണോ, ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണോ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സോറി, എനിക്ക് ക്ലിയർ ആയില്ല. അതായത് വളരെ ഫേമസ് ആയ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ചില ആൾക്കാരുടെ 1-2 തിന്മകൾ ജനം വിശേഷിപ്പിക്കാം. എന്നാൽ കൊള്ളരുതാത്തവൻ, തിന്മ ചെയ്തവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പലരുടെയും വലിയ നന്മകൾ ലോകം മറന്നിട്ടുമുണ്ട്. എന്താണിത്? ജനങ്ങളുടെ ഒരു ബ്രെയിനിൻ്റെ സ്വഭാവമാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ജനകീയ അംഗീകാരത്തിൻ്റെ പ്രിയതയുടെയൊക്കെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ ഒരൊറ്റ ചെയ്തി കൊണ്ട്, അതിൻ്റെ ഫലം കൊണ്ട് ഒട്ടേറെ അല്ലേ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ചോദിച്ചാൽ മറ്റേ കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ഇകഴ്ത്തപ്പെട്ട ഒരാൾ ചെയ്ത ഒരു നന്മയിലൂടെ അല്ല, ചിലപ്പോൾ ഒരു മോശക്കാരൻ മുദ്ര ഇപ്പം പണ്ട് മുതലേ, പുരാണം മുതലേ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഇപ്പം രാവണൻ്റെ നന്മകൾ പ്രകീർത്തിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കുറേ കഥാപാത്രങ്ങളെ നമുക്ക് എടുക്കാൻ കഴിയും. എന്നാൽ വളരെ വലിയ, ഇപ്പം മഹാത്മജി പോലെയുള്ള വലിയ കഥാപാത്രങ്ങളുണ്ട്, പക്ഷേ അവരുടെ 1-2 നന്മകൾ തിന്മകൾ പ്രേക്ഷകർക്ക് മുഴുവൻ അറിയാം. അതെന്തുകൊണ്ടാണ്? അത് ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ പ്രശ്നമാണോ? അല്ല, അത് സ്വാഭാവികമായി മനുഷ്യ സഹജമായൊരു താല്പര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. വളരെ നിസ്സാരമായ ചില പഴമൊഴികളൊക്കെ ഉണ്ടായിട്ടില്ലേ, അത് വളരെ നിസ്സാരങ്ങളല്ല. അത് എന്താണ് ഈ കാഫലമുള്ള മാവിലെ കല്ലേറ് കൊള്ളുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ ഏത് കാലത്തും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഇതിനോട് ഉദ്ദേശിക്കുന്ന ഇതാണെങ്കിൽ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ അവരെ ഇങ്ങനെ സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. അപ്പോൾ അവരുടെ പക്ഷത്തുനിന്നുണ്ടാകാവുന്ന, അവരുടെ ചെയ്തികളുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ചയെ, ഒരു ഇടർച്ചയെ ചിലപ്പോൾ അതിനെ പർവ്വതീകരിക്കുകയോ അല്ലെങ്കിൽ അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയൊക്കെ ചെയ്യും. അത് ലോകത്തിൻ്റെ ചരിത്രം തന്നെയാണ് അല്ലേ? അതെ, കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ്. അത്രേ ഉള്ളൂ. ആദ്യം ഇഷ്ടം തോന്നിയ പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ 5-ാം വയസ്സിൽ കണ്ട ഇന്ന പെൺകുട്ടി ഞാൻ പറഞ്ഞാൽ. ആദ്യം കൗതുകം തോന്നിയ പെൺകുട്ടിയുടെ മുഖം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നു.
എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ എനിക്കറിയാവുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് അതിൻ്റെ മറുപടി പറയണം എന്ന് വളരെ ചെറിയ പ്രായം മുതൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യാനുരാഗത്തിനെ പറ്റി അറിയാനാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് കണ്ടാലും അനുകരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ അവരുടെ ടെക്നോളജീസ് നമ്മൾ അനുകരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ അവരുടെ സ്ക്രിപ്റ്റുകൾ, പാട്ടുകളുടെ ട്യൂണുകൾ ഇവയൊക്കെ അനുകരിക്കുമ്പോൾ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കോപ്പി അടിച്ച് സ്വന്തം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന പല സംവിധായകരെയും നമുക്കറിയാം. ഇങ്ങനെ കോപ്പി അടിച്ചൊരു എക്സാം പാസ്സാവുന്നതാണോ അതോ സ്വന്തം കഴിവുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുന്നതാണോ നല്ലത്? ഒരാൾക്ക് മറ്റൊരാളെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടാകുന്നത് മറ്റൊരാൾ സംവിധാനം പഠിപ്പിച്ചു കൊടുത്തിട്ടായിരിക്കില്ല. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് ആരുടെയും സംവിധാന സഹായിയായി നിന്നിട്ടല്ല ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് ഫിലിം ഡയറക്ടറായത്. ശ്രീ മണിരത്നം ആരെയും അസിസ്റ്റ് ചെയ്തിട്ടല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായത്. രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഒരു പാത്ത് ബ്രേക്കിംഗ് ഫിലിം മേക്കർ ഹൈദരാബാദിൽ ഒരു കാസറ്റ് കട നടത്തിയിരുന്ന ആളാണ്. ആരുടെയും സംവിധാന സഹായി ആയിരുന്നില്ല. ഈ പ്രേമനൈരാശ്യം വന്ന ചങ്ങലക്കൊക്കെ ഇടേണ്ട അവസ്ഥയും കാണും. ചിലവരുണ്ടാവും ഒരു ആരാധനയും കാണില്ല, എന്നാൽ വെറുതെ ഭയങ്കര ആരാധനയാന്ന് കാണിക്കും. ഇപ്പോ പബ്ലിക്കിൽ ഞാനൊരു പ്രപ്പോസൽ നടത്തുക, ഐ ലവ് യു എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ ഐ ലവ് യു എന്ന് പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടിക്ക് അതാണ്. കോളേജിൻ്റെ മാനം കളയരുത്. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലമുണ്ട്. അവർ പുത്തൻ സിനിമകൾ അതിൻ്റെയൊക്കെ മുൻപിൽ ഇൻസ്പയർ എന്ന് പറഞ്ഞ് ഒരു 3-4 സിനിമകളുടെ പേരുകൾ എഴുതാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചില ഘടകങ്ങൾ ആ സിനിമയിൽ നിന്ന് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷേ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ഹിറ്റായതുൾപ്പെടെയുള്ള പല സിനിമകൾ അവർ തന്നെ രചിച്ചതാണെന്ന് സിനിമയ്ക്ക് ശേഷം വരുന്ന ഇൻ്റർവ്യൂകളിൽ പോലും പ്രകീർത്തിക്കാൻ അല്പം പോലും മടി കാണിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡും. ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിൻറ്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ്: വന്നെൻ്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വന്നെൻ്റെ ചുണ്ടിൽ.
നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്.